തോമസ് ഐസക്കിനെതിരായ ഇഡിയുടെ നീക്കത്തിന് ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ഇന്നലെ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് തീരും വരെ ഇനി ഐസക്കിന് നോട്ടീസ് അയക്കരുതെന്നാണ് കോടതി ഇന്നലെ നൽകിയ നിർദ്ദേശം. കേരളത്തിലെ ഇഡിയുടെ നീക്കത്തിൽ രാഷ്ട്രീയമുണ്ടെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വന്നതോടെ ഈ ആക്ഷേപം ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്. ഇതടക്കം കരുവന്നൂർ വിഷയം, തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായതടക്കമുള്ള വിഷയങ്ങളിൽ ഇനി ഇഡിയുടെ നീക്കങ്ങളിൽ അല്പം പിന്നോട്ട് പോക്കുണ്ടാകുമോ? ഒപ്പം ഇഡി സമീപകാലത്ത് കേരളത്തിൽ നടത്തിയ നീക്കങ്ങളിൽ ചില രാഷ്ട്രീയമായ താല്പര്യമുണ്ട് എന്ന വിലയിരുത്തൽ കോടതിയുടെ വിലയിരുത്തലിലും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, ഇന്നലെ തോമസ് ഐസക്കിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആശ്വാസകരമാകുന്ന ഹൈക്കോടതി വിധിയാണ് ഇന്നലെ ഉണ്ടായത്. ഇഡിക്കൊരു മുന്നറിയിപ്പും ഈ ഹൈക്കോടതിയുടെ പരാമർശത്തിലുണ്ട്. എന്തായിരുന്നു ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യം? സജിത്ത, ഇഡിയുടെ നോട്ടീസുകൾക്ക് ഇതാദ്യമായല്ല തോമസ് ഐസക്ക് ഹാജരാകാതിരിക്കുന്നത്. തോമസ് ഐസക്കിന് ഇത് ഏതാണ്ട് 7ഓളം തവണ സമൻസ് അയച്ചിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഒരിക്കലും തന്നെ ഇഡിക്ക് അനുകൂലമായിരുന്നില്ല. അദ്ദേഹം പല കാരണങ്ങൾ ആദ്യം നിരത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇഡിയോട് സമ്പൂർണ്ണമായ രീതിയിൽ തന്നെ നിസ്സഹകരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഇഡി നടത്തുന്നത് രാഷ്ട്രീയ നീക്കം മാത്രമാണെന്ന് തോമസ് ഐസക്ക് തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും ആദ്യം ഇഡി അയച്ച നോട്ടീസിന് മേൽ തോമസ് ഐസക്കിന് വിജയം നേടാൻ കഴിഞ്ഞു എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇഡി വ്യക്തമായല്ല നോട്ടീസ് അയക്കുന്നത്. തൻ്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് സ്വകാര്യമായ രീതിയിലുള്ള ഇടപെടൽ കൂടിയാണ് ഇഡി നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുകയും കോടതി അത് ശരിവെക്കുകയും ചെയ്തു. ഈ രീതിയിലല്ല നോട്ടീസ് അയക്കേണ്ടതെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. പിന്നീട് ഇഡിക്ക് ആ നോട്ടീസ് പിൻവലിക്കുകയും രണ്ടാമത് നോട്ടീസ് അയക്കാൻ, അതായത് തുടർ അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇങ്ങനെയല്ല ആ നോട്ടീസിൻ്റെ സ്വഭാവം എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയും വന്നിരുന്നു. അതിനുശേഷവും തുടർച്ചയായി സമൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തോമസ് ഐസക്കിന് ഹൈക്കോടതി തീർച്ചയായും അനുകൂലമായ ഒരു കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹമെന്ന് ഹൈക്കോടതി ഇഡിയെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന്. ആ സമയത്തേക്ക് ഇപ്പോൾ വിളിച്ചു വരുത്തുന്നത് അനുചിതമാണ് എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുകയും മറ്റ് ഒരു തീയതിക്ക് ഹാജരാകാൻ കഴിയുമെങ്കിൽ അതെല്ലാം നോക്കി അതനുസരിച്ച് കൊണ്ട് തീയതി നിശ്ചയിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിലൊരു താൽക്കാലികമായ ഒരു വിജയം തോമസ് ഐസക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് ഇഡി തുടർച്ചയായി നോട്ടീസ് അയച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഹൈക്കോടതിയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ഈ സമയത്ത് വീണ്ടും നോട്ടീസ് അയക്കുന്നതിൽ സാങ്കത്യം ഹൈക്കോടതി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അക്കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്ന് വിജയമുണ്ടായിരിക്കുന്നു. പക്ഷേ ഇഡിക്ക് മുന്നിലേക്ക് തോമസ് ഐസക്കിന് എത്തേണ്ടി വരുമെന്നൊരു സൂചന തന്നെ അതിലുണ്ട്. കാരണം ഒരു തീയതി നിശ്ചയിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന രീതിയിൽ തന്നെയാണ് കോടതി കാര്യങ്ങൾ എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു കാര്യങ്ങൾ വ്യാപകമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് തോമസ് ഐസക്കിന് അത് ഉയർത്തി കാണിക്കാൻ കഴിയും. ഇഡി ഇങ്ങനെ തുടർച്ചയായി ബുദ്ധിമുട്ടിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ശരിവെക്കുന്ന രീതിയിലാണ് ആ നിഗമനങ്ങൾ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയും ചെയ്യും. കരുവന്നൂർ വിഷയത്തിലും തുടർച്ചയായി തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്, അനാവശ്യമായ കാര്യങ്ങൾ തേടുകയാണ് ഇഡി എന്നതാണ് CPM-ൻ്റെ ഒരു പൊതു നിലപാട്. ഇത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇതിന് മുന്നിലുള്ളതെന്ന് CPM പറയുകയും ചെയ്യുന്നു. ആദായ നികുതി വകുപ്പിനെയും ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ നീക്കങ്ങളുടെ ഫലമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വേണ്ട ഒരു ഫണ്ട് അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അക്കൗണ്ട് മരവിപ്പിച്ചൊരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഡാനി ഒന്ന് തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്നലെ ഹൈക്കോടതി ഈ ഇഡി തുടർച്ചയായ നോട്ടീസ് അയക്കുകയാണ് തോമസ് ഐസക്കിന്. തോമസ് ഐസക്ക് ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ടയിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഒരു സ്ഥാനാർത്ഥി ഈ പ്രചരണത്തിനിടയിൽ ഹാജരാവുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു തോമസ് ഐസക്ക് കോടതിയിലെത്തിയത്. ഐസക്കിന് അനുകൂലമാണ് കോടതി വിധി. ഈ ഇഡിയുടെ കേരളത്തിലെ നീക്കങ്ങളിൽ രാഷ്ട്രീയമുണ്ട് എന്ന ആക്ഷേപം ഇടതു കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ഉയർത്തുന്നുണ്ട്. ആ ആക്ഷേപത്തെ കോടതി ഒരു പരിധിവരെ അംഗീകരിച്ചു. അങ്ങനെ കരുതാൻ കഴിയുമോ ഇന്നലത്തെ ഈ കോടതിയുടെ നിരീക്ഷണത്തെ? അത് ഇന്നലെ 2 ഹൈക്കോടതികൾ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് സമാനമായ വിഷയങ്ങളിൽ ഉത്തരവ് പറഞ്ഞു. ഒന്ന് കേരള ഹൈക്കോടതി, മറ്റൊരു ഡൽഹി ഹൈക്കോടതി. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് രവി അദ്ദേഹം തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിഗണിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഒരു സ്ഥാനാർത്ഥിയെ ഡിസ്റ്റർബ് ചെയ്യരുത്
ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് ജസ്റ്റിസ് രവി പറഞ്ഞു. അപ്പോഴാണ് അതിന്റെ നീട്ടി ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തീയതി നിശ്ചയിച്ച് ചോദ്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതൊക്കെ അവർക്ക് ചെയ്യാം. അതിലൊന്നും കോടതി ഇടപെട്ടില്ല. പക്ഷെ സാധാരണഗതിയിൽ ഒരു കോടതിയോ ഒരു ജഡ്ജിയോ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ജനാധിപത്യപരമായ എന്തെങ്കിലും പ്രക്രിയ എന്നൊക്കെ പറഞ്ഞാൽ അവരതിലൊന്നും വലിയ താല്പര്യം കാണിക്കില്ല. ഞങ്ങൾ അതിനൊക്കെ അതീതരാണ് എന്ന മട്ടിലാണ് ജഡ്ജിമാർ സാധാരണ ഇത്തരം കേസുകളിലേക്ക് സമീപിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോടതി അംഗീകരിക്കുകയും സ്ഥാനാർത്ഥിക്ക് സ്വതന്ത്രമായി മനസമാധാനത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുകയും ഇഡിയുടെ ചോദ്യം ചെയ്യലും മറ്റുമൊക്കെ അതിനുശേഷം മതി എന്ന് പറയുകയും ചെയ്തത് അപൂർവമാണ്. അത്തരം നിലപാട് അങ്ങേറ്റം സ്വാഗതാർഹവുമാണ്. അതിന് പരസ്പര ഘടകവിരുദ്ധമായ നിലപാടല്ലേ ഡൽഹി ഹൈക്കോടതി സ്വീകരിച്ചത്. അവിടെ ഏതാണ്ട് അന്തിമ വിധിക്ക് സമാനമായ ഒരു ഉത്തരവ് അവിടെ നൽകിക്കഴിഞ്ഞു. എല്ലാം ശരിയാണ് എന്നവർ പറയുന്നു. അരവിന്ദ് കെജ്രിവാൾ സ്ഥാനാർത്ഥിയല്ലെങ്കിലും പ്രതിപക്ഷ മുന്നണിയുടെ അച്ചാണി എന്ന് പറയാം. അദ്ദേഹമായിരുന്നു അതിന്റെ നേതൃത്വം നൽകിയിരുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. 2022 രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ്. ഇപ്പോൾ സംഭവിച്ചതൊന്നുമല്ല. അതിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറാകുന്നില്ല. ഇവിടെ കേരള ഹൈക്കോടതി തയ്യാറായിരിക്കുന്നു. ഒരു താരതമ്യ പഠനം നല്ലതാണ്. നമ്മൾ നമ്മുടെ ഹൈക്കോടതിക്ക് ഒരു സല്യൂട്ട് കൊടുക്കേണ്ട സന്ദർഭമാണിത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ തോമസ് ഐസക്കിന്റെ കേസ് മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിനുമപ്പുറം ഈ കരുവന്നൂർ കേസുകളടക്കം തെരഞ്ഞെടുപ്പ് കാലത്താണ് വീണ്ടും ഒന്ന് സജീവമായത്. പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രി ആലത്തൂരെ BJPയുടെ സ്ഥാനാർത്ഥിയെ ടെലിഫോൺ ചെയ്തതിന് ശേഷമാണോ ED നോട്ടീസ് നൽകിയത് തുടങ്ങിയ ആക്ഷേപമൊക്കെ രാഷ്ട്രീയപരമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതൊരു ആക്ഷേപം മാത്രമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും പൊതുവിൽ ED രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു എന്നത് കേരളത്തിലും ഒന്നുകൂടി ചർച്ചയാവുന്നു. അത് കോടതിക്ക് കൂടി ആ തരത്തിൽ ബോധ്യപ്പെടുന്നു എന്നുകൂടി കരുതേണ്ടി വരുമോ? അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED എന്നാണ് ചുരുക്കത്തിൽ അറിയപ്പെടുന്നത്. ഈ EDയെ നിയന്ത്രിക്കാൻ അധികാരമുള്ള കേന്ദ്ര സർക്കാർ എന്ന് വെച്ചാൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു നിയമം അത് അവർക്ക് ആയുധമായുണ്ട്. ആ നിയമപ്രകാരം സാധാരണഗതിയിലുള്ള ക്രിമിനൽ പ്രൊസീജിയർ അല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആരെയും സാക്ഷിയെ വിളിച്ചു വരുത്താം, എത്ര മണിക്കൂർ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇതിനൊന്നും ഇടപെടാനുള്ള അധികാരമില്ല, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല, എല്ലാം ശരി എന്ന് പറയുന്ന ജഡ്ജിമാരും നമുക്കുണ്ട്. ആ സാഹചര്യത്തിലാണ് EDയെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി ഉപകരണമായി EDയെ നിയന്ത്രിക്കാൻ അധികാരമുള്ളവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി സെബാസ്റ്റ്യൻ പോൾ ഞങ്ങളുടെ പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ED വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട ആ കേസിലാണ്. അതിൽ കോടതിയുടെ ഇടപെടൽ എന്നതാണ് രാഷ്ട്രീയമായ സാഹചര്യം. ഡാനി പോൾ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, ഈ CPM ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഇടതുപക്ഷം തോമസ് ഐസക്കിന് കോടതിയിൽ നിന്ന് കിട്ടിയ ആശ്വാസം അത് ഈ ഒരു കേസിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ED എന്ന അന്വേഷണ ഏജൻസിയെ മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആക്ഷേപം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കാനുള്ള അവസരമാക്കി മാറ്റുമോ ഇതിനെ ഇടതുപക്ഷം CPM? തീർച്ചയായും അത് തന്നെയാണ്. കാരണം വലിയ രീതിയിൽ അത് പറയുന്നതും അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, ഈ ഒരു സമയത്തേക്ക് അത് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു. അന്വേഷണ ഏജൻസികൾ EDയെ ഒരു ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് വ്യക്തമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന രീതിയിൽ തന്നെയാണ് ഒരു ആശയപ്രചരണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നടക്കും ഒരു അനുകൂല സമീപനം തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ എല്ലാം തന്നെ ഉണ്ടാകുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലം അത് കൃത്യമായിട്ട് തന്നെ ഹൈക്കോടതി EDയെ ഓർമ്മിപ്പിക്കുന്നു, അന്വേഷണ ഏജൻസിയെ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് എന്നതടക്കം പറയുന്നത്. തുടരുക. കെ അനിൽകുമാർ CPM നേതാവ് നമുക്കൊപ്പമുണ്ട്. തോമസ് ഐസക്കിന് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടുന്നു. സ്ഥാനാർത്ഥിയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തരുത്, സ്ഥാനാർത്ഥിയെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് പറയുന്നത്. ED ഒരു രാഷ്ട്രീയപരമായാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത് എന്ന ആക്ഷേപം നിങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് അനിൽകുമാർ. അങ്ങനെയുള്ള വാദത്തെ കോടതി അംഗീകരിച്ചു എന്ന് കരുതുന്നുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഒന്ന് വിദേശ നാണയ നിയന്ത്രണ നിയമം. അപ്പോൾ വിദേശ നാണയം കൊണ്ടുവരുമ്പോൾ ആരാണ് അധികാരി? അതിന്റെ അധികാരി റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് മസാല ബോണ്ടിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ?
ഉണ്ട് എന്നാണ് ഉത്തരം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ക്ഷമാലംഘനം ഉണ്ടായില്ല. രണ്ടാമത്തെ കാര്യം, അക്കൗണ്ടിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്താൽ അത് എങ്ങനെയാണ് കള്ളപ്പണമാകുക? ഈ ലോകത്തെ എല്ലാ കാര്യവും ചർച്ച ചെയ്യാനും അധികാരമുള്ള ഒരു കോടതി സ്ഥാപനമാണ് ഇവിടുത്തെ ED എന്നാണ് അവർ വിചാരിച്ചെങ്കിൽ അങ്ങനത്തെ അധികാരം ആ സ്ഥാപനങ്ങൾക്കില്ല. അതുകൊണ്ട് കിബി കൈകാര്യം ചെയ്ത് ഏതെങ്കിലും ഇടപാട് അക്കൗണ്ടിലൂടെ അല്ലാതെ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. അക്കൗണ്ടിലാണ് ഇടപാടെങ്കിൽ പിന്നെ ഇവർക്ക് എന്താ ചോദിക്കാൻ കാര്യം? അതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ബോർഡ് തീരുമാനിച്ച പ്രകാരം അക്കൗണ്ടിലൂടെ പണം കൈമാറി EDക്കാണ് അധികാരം. ഉത്തരേന്ത്യയിൽ പോയി അവിടെയുള്ള ഗോസായിമാരെ വരട്ടി BJPക്കാർക്ക് ഫണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന കങ്ങാണിപ്പെട്ട് ചെയ്യുന്ന ED കേരളത്തിൽ വന്നപ്പോൾ കല്ലേക്കടിച്ച് പല്ല് കളഞ്ഞ അവസ്ഥയാണ്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്നും തോമസ് ഐസക്കിനോട് ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല. അതിനുള്ള അവകാശമില്ല. കൃത്യമായി നിയമപരമായി തന്നെയാണ് ഇക്കാര്യങ്ങൾ നടന്നതെന്നും കൊണ്ടാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പത്രങ്ങളിൽ വാർത്ത വരുത്തണം. ഏതാണ്ട് 10-20,000 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് അഴിമതിയിൽ കോൺഗ്രസും BJPയും എല്ലാം പെട്ടു നിൽക്കുമ്പോൾ അതിന്റെ അറ്റത്ത് CPMനും എന്തൊക്കെയോ ഉണ്ട് സംശയിക്കാൻ എന്നൊരു കെട്ടുകഥ. ആ കെട്ടുകഥയ്ക്ക് വേണ്ടി ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യം EDക്ക് പറയാനാവില്ല. കാരണം നിയമബദ്ധമായ ഒരു കാര്യവും ED ഇക്കാര്യത്തിൽ കിബി ചെയ്തിട്ടില്ല, തോമസ് ഐസക്കും ചെയ്തിട്ടില്ല. ആ തന്റെ ഇടമാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ തന്റെ ഇടമാണ് തോമസ് ഐസക് പ്രകടിപ്പിക്കുന്നത്. ശരി, ശ്രീ KL കുമാർ, നന്ദി. സന്ദീപ് വാര്യർ നമുക്കൊപ്പം ചേരുന്നു, BJP നേതാവ്. സന്ദീപ് വാര്യർ, ഇന്നലെ ED പറഞ്ഞത് ഈ തോമസ് ഐസക്കിനെ ഇനി വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിക്കരുത്, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ള ഫ്രീഡം കൊടുക്കണം, അദ്ദേഹത്തെ വെറുതെ വിടണം എന്നതാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അന്വേഷണം ഇല്ലാതാവുന്നില്ല, അന്വേഷണം നടത്താനുള്ള അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട് എന്ന കാര്യം കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥിയെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന വാദം കോടതി കൂടി അംഗീകരിച്ചു എന്നതാണ് CPM ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. നിങ്ങളും അത് അംഗീകരിക്കുകയാണോ? അല്ല, ഈ കേസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. തോമസ് ഐസക് സ്ഥാനാർത്ഥിയാവുന്നതിനൊക്കെ എത്രയോ മുൻപ് തുടങ്ങിയിട്ടുള്ള കേസാണ്. ആ കേസ് വാസ്തവത്തിൽ നമുക്കറിയാം, തോമസ് ഐസക് EDയുടെ നോട്ടീസിനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ വിധി വന്നു. എന്താ തോമസ് ഐസക് പറഞ്ഞത്? പിന്നെ ED കണ്ടം വഴിക്കോടി എന്നാണ് തോമസ് ഐസക്കിന്റെ ആളുകൾ പ്രചരിപ്പിച്ചത്. ED കണ്ടം വഴിക്കോടി എന്ന്, അതായത് നോട്ടീസ് പിൻവലിച്ച് കണ്ടം വഴിക്കോടി എന്നാണ്. ആ രീതിയിലാണ് തോമസ് ഐസക്കിന്റെ വ്യാഖ്യാനം ഉണ്ടായത്. ഈ തോമസ് ഐസക്കിനെ വിശ്വസിക്കുന്ന മാധ്യമങ്ങളും അപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ വാസ്തവത്തിൽ എന്താണ് കോടതി വിധിച്ചതെന്ന് പിന്നീട് ദിവസങ്ങൾക്കപ്പുറം ഹൈക്കോടതി ആ കോടതി വിധിയുടെ പകർപ്പ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. കോടതി പറഞ്ഞത് എന്താണ്? തോമസ് ഐസക്കിന്റെ പ്രയർ എന്തായിരുന്നു? തോമസ് ഐസക് ആവശ്യപ്പെട്ടത് ഈ ED നോട്ടീസ് അയക്കുന്നത് അവസാനിപ്പിക്കുകയും EDയുടെ നോട്ടീസിന് നിയമപ്രാബല്യമില്ലാത്തതും അതുപോലെ തന്നെ മസാല ബോണ്ട് സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാത്തതാണ് എന്നാണ് തോമസ് ഐസക്കിന്റെ പ്രയർ ആയിട്ടുണ്ടായിരുന്നത്. ഈ അന്വേഷണം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു പ്രയർ. പക്ഷെ ഹൈക്കോടതി അത് നിരസിച്ചു. EDയുടെ വാദം അംഗീകരിച്ചു. EDയുടെ സമൻസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ അവർ പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്ന ഫോർമാറ്റിൽ തകരാറുകൾ ഉണ്ടെന്ന് കണ്ടെത്തി അവർ പുതിയ ഫോർമാറ്റിൽ ഈ സമൻസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുകയും ഈ കേസിന് മാത്രമല്ല മറ്റു പല കേസുകൾക്കും അവർ അത്തരത്തിൽ സമൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. അതിനെയാണ് തോമസ് ഐസക് ED സമൻസ് പിൻവലിച്ച് കണ്ടം വഴിക്കോടി എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചത്. ഒന്ന്. രണ്ട്, തോമസ് ഐസക് സ്ഥാനാർത്ഥിയത് ഇപ്പോൾ മാത്രമല്ലേ. അപ്പൊ ഇപ്പൊ ഏറ്റവും പുതിയ ആർഗ്യുമെന്റ് ആയിട്ട് സ്ഥാനാർത്ഥിയായ എന്നെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള പുതിയ ആർഗ്യുമെന്റ് ആയിട്ട് കൊണ്ടുവരികയാണ്. തോമസ് ഐസക്കിന് EDയുടെ മുന്നിൽ ഹാജരാവാൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ എന്താണ്? തീർച്ചയായിട്ടും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണോ അതല്ലെങ്കിൽ മൊഴിയെടുക്കണം എന്നുള്ള കാര്യം EDക്ക് തീരുമാനിക്കാമെന്ന് തന്നെയാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തോമസ് ഐസക്കിനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചതല്ല. തോമസ് ഐസക് നിയമം ലംഘിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള പോംവഴികൾ തേടുകയാണ്. അതിന് തെരഞ്ഞെടുപ്പ് ഒരു മറയാക്കുകയാണ്. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കുകയാണ് തോമസ് ഐസക് ചെയ്യേണ്ടത്. യെസ്, അതാണ് താങ്കളുടെ പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിൽ BJPയുടെയും നിലപാട് അതാണ്. EDയുടെ നിലപാടുകൾക്ക്, EDയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന ആക്ഷേപം CPM നേരത്തെ ഉന്നയിക്കുന്നതാണ്. ഇന്നലെ ഈ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട ഹർജിയിലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം, ആ വാദം ഒന്നുകൂടി ഉന്നയിക്കാൻ CPMന് അവസരം നൽകുന്നു എന്നതാണ്. പക്ഷേ ഈ കേസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നേരത്തെയുള്ള കേസാണ് എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം. അതാണ് BJPയും ചൂണ്ടിക്കാണിക്കുന്നത്.